സർക്കാർ ഇടപെടുക, പെൺകുട്ടി രക്ഷപ്പെടുത്തുക. 9 പേരാണ് ഇതിനകത്ത് ലൈക്ക് അടിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം, ഈ 9 പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ യാതൊരു കഴിവില്ലാത്ത ആൾക്കാരാണ്. ലൈക്ക് അടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അതല്ലാണ്ട് രക്ഷപ്പെടുത്തണം. പിന്നെ സർക്കാരാണ് ഈ പെൺകുട്ടിയെ രക്ഷിക്കുന്നത്. കാരണം പെൺകുട്ടി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചിലവിലാണ് ഈ പെൺകുട്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടേതായിട്ടുള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ല. പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക, ആരിൽ നിന്ന്, എന്തിൽ നിന്ന്, ഇതൊക്കെ തെളിയിക്കണം. എന്തിൽ നിന്ന്, ആരിൽ നിന്ന്, എന്തിനു വേണ്ടിയിട്ട് രക്ഷിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാൻ. ഈ പെൺകുട്ടി എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഈ പെൺകുട്ടി എങ്ങോട്ട് കൊണ്ടുപോകണം? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പെൺകുട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോകണം? ആർക്കാ വേണ്ടത്? ഈ 9 പേർക്ക് വീതം വെച്ച് കൊടുക്കാനാണ്? ആരിൽ നിന്ന് ആരിലോട്ട് രക്ഷിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? ഈ പെൺകുട്ടി ആരുടെ ചിലവിൽ ജീവിക്കണം? ആരുടെ ചിലവിൽ ജീവിക്കണം? കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ലൈക്ക് അടിക്കാനും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാനും ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരില്ല. എന്തുകൊണ്ടാണ്? അവരുടെ കൂട്ടത്തിലുള്ള അംഗങ്ങളുമായിട്ട് നല്ല ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയണത്. പെൺകുട്ടിയെ രക്ഷിക്കുക, സർക്കാർ ഇടപെടുക. ഈ സർക്കാർ ആരാണ്? നമ്മൾ തന്നെയാണ് ഈ സർക്കാർ, അല്ലാതെ വേറെ ആരുമല്ല. സർക്കാരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആകാശത്തിൽ നിന്ന് അധികാരമുള്ള ആൾക്കാരുമല്ല, ആരുമല്ല, മനുഷ്യർ തന്നെയാണ് സർക്കാർ. മനുഷ്യത്വമുള്ളിടത്തെ നമുക്ക് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. സർക്കാരെന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. അല്ലാണ്ട് വേറെ ആരുമില്ല ഈ ലോകത്ത്. നമ്മളെ രക്ഷിച്ച് മര്യാദ കൊണ്ടുവരാൻ നമ്മൾ മാത്രമേ ഉള്ളൂ.